മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ഡെയിലി റുട്ടീൻ പോലും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡിപ്രഷൻ്റെ ഒരു പ്രധാന സിംറ്റം തന്നെ ഇതാണ്. നമ്മുടെ ഡെയിലി കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായി സാധിക്കില്ല. ഫസ്റ്റായിട്ട് നമ്മുടെ മനസ്സിനെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ത്രൂ പ്രെയർ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഒഴിവാക്കാനായിട്ട് ചിലവർക്ക് മ്യൂസിക് ആൻഡ് ആർട്സിൽ താല്പര്യമുള്ളവർക്ക് അതിലേർപ്പെടുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ കുറച്ചൊരു ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. എന്നിട്ട് കുറേശ്ശെ നമ്മളുടെ ഓരോരോ ടാസ്കുകളായിട്ട് ചെയ്തു തുടങ്ങുന്ന ഓരോ ടാസ്കിലും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ചെറിയ ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് ചെറിയ ടാസ്കുകൾ കൊണ്ട് വലിയ ഒരു അച്ചീവ്മെൻറ്റ് ആൻഡ് വലിയൊരു ബിഹേവിയറൽ ചേഞ്ചിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് വരാനായിട്ട് സാധ്യതയുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു എത്ര പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ വന്നാലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ ആ ഒരു കോൺസ്റ്റൻസി, എല്ലാത്തിലും ഒരു കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട് ഇടാനായിട്ട് നാം ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ബിഹേവിയറിലും കരിയറിലും ചെറിയ ചേഞ്ചസ് കൊണ്ട് വലിയ സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.